ഈ കാണിക്കുന്നത് നാസയുടെ റോവറാണ്. അത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന റോവറാണിത്. ഇത് നമ്മുടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇപ്പോഴും ഡേറ്റ അയച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോവറാണിത്. 2012 ഓഗസ്റ്റിൽ ഇത് ഡിപ്ലോയ് ചെയ്തത് മുതൽ ഏകദേശം ഒരു 12 വർഷമായിട്ട് ഇതിങ്ങനെ കുറേ ഡേറ്റകൾ കളക്ട് ചെയ്യുകയും ഒക്കെ ഡേറ്റ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ അടുത്തിടയ്ക്ക് PNAS എന്ന് പറയുന്ന പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറയുന്ന ഈ ജേണലിൽ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടെത്തൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി റിസർച്ചേഴ്സ് പബ്ലിഷ് ചെയ്തു. ഇതിൽ പറയുന്നത് ഇതുവരെ ചൊവ്വയുടെ ഉപരിതലത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ജൈവ തന്മാത്രകളെ കണ്ടെത്തി എന്നാണ് ഈ റിസർച്ചേഴ്സ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ടെത്തിയ തന്മാത്രകളുടെ നീളത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. ഈ കാർബൺ ശൃംഖലകളുടെ നീളം എന്ന് പറയുന്നത് കാർബൺ 12 ആറ്റങ്ങളിൽ കൂടുതൽ നീളമുള്ളവ വരെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇത്തരമുള്ള മോളിക്യൂളുകൾ സാധാരണയായിട്ട് ബയോട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രക്രിയകളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ളതാണ് മിക്കവാറും റിസർച്ചേഴ്സ് പറയുന്നത്. അല്ലാതെ ഉണ്ടാകാറുണ്ട്. ഈ കാണുന്നത് മാഴ്സിലുള്ള ഒരു ഗെയിൽ ക്രേറ്റർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയുള്ള ഒരു യെല്ലോ നൈഫ് ബേ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്നാണ് ഈ സാമ്പിൾസ് കളക്ട് ചെയ്തേക്കുന്നത്. ഒരു കാലത്തൊരു തടാകമാണെന്ന് കരുതിയിരുന്ന ഈ ഭാഗത്തു നിന്നുള്ള ഈ കംബർലൻഡ് എന്ന് പറയുന്ന ഒരു പാറയുടെ ഒരു സാമ്പിളിൽ നിന്നാണ് വിപ്ലവകരമായിട്ടുള്ള ഈ കണ്ടെത്തൽ ഇവർ നടത്തിയെന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് നിന്ന് തന്നെ നൈട്രേറ്റുകൾ, മീഥേൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള കണ്ടെത്തലുകൾ മുമ്പും ഇത് നടത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ഇവിടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു പരിസ്ഥിതിക്ക് തുല്യമായിട്ടുള്ള ഒരു കെമിസ്ട്രിക്കുള്ള സാഹചര്യമുണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത്. ഈ കാണുന്നത് ഈ ക്യൂരിയോസിറ്റിയിൽ തന്നെയുള്ള സാം എന്ന് പറയുന്ന ഒരു ലാബോറട്ടറിയാണ്. അതായത് സാമ്പിൾ അനാലിസിസ് അറ്റ് മാർസ് എന്ന് പറയുന്ന ഒരു ലബോറട്ടറിയാണ് ഇതുള്ളത്. ഈ ലബോറട്ടറിയിലാണ് ഡക്കേൻ, അൺഡക്കേൻ, ഡൊഡക്കേൻ എന്ന് പറയുന്ന 3 കോമ്പൗണ്ട്സ് ആണ്. അത് കാർബൺ മോളിക്യൂൾസ് ആണ്. അതായത് 10 എണ്ണവും 11 എണ്ണവും 12 കാർബൺ ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് ആണ്. ഇത് ഇത്തരത്തിലുള്ള ഓർഗാനിക് തന്മാത്രകളെയാണ് ഇത് തിരിച്ചറിഞ്ഞത്. ഈ 3 തന്മാത്രകളും വിവിധ തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അണ്ടക്കേൻ ആസിഡ്, ഡൊഡക്കേൻ ആസിഡ്, ട്രെഡക്കേൻ ആസിഡ് എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ഫാറ്റി ആസിഡുകൾ താപത്തിൻ്റെ വിഘടന ഫലമായിട്ട് ഉണ്ടായ സംയുക്തങ്ങളായിരിക്കുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് സംശയിക്കുന്നത്. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന ക്വസ്റ്റ്യന് ഡയറക്റ്റായിട്ട് ഇതൊരു ആൻസർ തരില്ല എങ്കിൽ പോലും, ജീവൻ്റെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ പോലും, ഇത്തരം തന്മാത്രകളുടെ ഒരു സങ്കീർണത അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ബയോട്ടിക് ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത്രയും വലിയ മോളിക്യൂൾസ് ഉണ്ടായത് എന്നാണ് ഈ റിസർച്ചേഴ്സ് ഇത് എടുത്ത് പറയുന്നത്. ജൈവികമായിട്ടുള്ള പ്രക്രിയകളല്ലാതെ മറ്റ് ബയോജിയോ കെമിസ്ട്രി അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്രോസസ്സുകൾ വഴിയും ഇത്തരം മോളിക്യൂൾസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും ഇവരെടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ജേണലിൽ. അപ്പോൾ അവർ പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ അന്ന് ജീവിച്ചിരുന്ന കോശങ്ങളുടെ മെംബ്രെയിൻസ് ഡിഗ്രേഡ് ചെയ്തായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലോങ് ഫാറ്റി ആസിഡ്സിന് തുല്യമായിട്ടുള്ള അതിനുള്ള മോളിക്യൂൾസ് എന്ന് കരുതുന്ന രീതിയിലുള്ള ഈ ലാർജ് മോളിക്യൂൾസ് കണ്ടെത്താൻ കാരണമായതായിരിക്കാം എന്നൊക്കെയാണ് റിസർച്ച് ഇതിലൂടെ പറയുന്നത്.